ഇന്ത്യൻ ജയിലുകളിൽ ജാതി ശ്രേണി നിലനിൽക്കുന്നുണ്ട്. എത്ര ക്രൂരമായ തെറ്റ് ചെയ്താലും ഇനി വിചാരണ തടവുകാരനായാലും നിങ്ങൾ ഏത് ജാതിയിൽപ്പെടുന്ന ആളാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ജയിലിലെ ഏത് സെല്ലിൽ കിടക്കണം, ആരോടൊപ്പം ഇടപഴകണം, ജയിലിലെ ഏതൊക്കെ ജോലികൾ ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. ജാതി ശ്രേണിയിൽ ഏറ്റവും താഴെയുള്ളവർ ക്ലീനിങ് തൊഴിലുകൾ ചെയ്യണം. അതായത് ബാത്റൂം, ടോയ്ലറ്റും കഴുകുക, സെല്ലുകളും മറ്റും വൃത്തിയാക്കുക എന്നിങ്ങനെയുള്ള ജോലികൾ. അതിന് മുകളിലുള്ള ജാതിയിൽപ്പെട്ടവർ അടുക്കള നോക്കി നടത്തേണ്ട ചുമതലയായിരുന്നു. അതിന് മുകളിലുള്ളവർ ലീഗൽ ഡോക്യുമെന്റേഷൻ വിഭാഗത്തിൽ ജോലിയെടുക്കുക. അങ്ങനെ പലതും. വളരെ സ്വാധീനമുള്ളവരും സാമ്പത്തിക ശേഷിയുള്ളവരും ജയിലുകളിൽ ഒരു പണിയും എടുക്കേണ്ട കാര്യമില്ല. ദി വയർ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട ഇൻവെസ്റ്റിഗേറ്റീവ് ആർട്ടിക്കിളിൽ ജയിലിലെ ടോയ്ലറ്റുകൾ ഓവർഫ്ലോ ആയപ്പോൾ സെപ്റ്റിക് ടാങ്കിൽ ഇറങ്ങി പ്രശ്നം പരിഹരിക്കാൻ കീഴ്ജാതിക്കാരനെ നിർബന്ധിച്ചതിനെക്കുറിച്ചും വിസമ്മതിച്ചപ്പോൾ ജയിൽ അതോറിറ്റി സമ്മർദ്ദപ്പെടുത്തി ടാങ്കിൽ ഇറക്കിയതിനെക്കുറിച്ചും ഒരു വ്യക്തി തൻ്റെ അനുഭവം വിവരിക്കുന്നുണ്ട്. രാജസ്ഥാനിലെ ജയിൽ ചട്ടം അനുസരിച്ച് കുക്ക് ചെയ്യുന്നതും മെഡിക്കൽ കെയറുമൊക്കെ ഉന്നത ജാതിക്കാർക്ക് മാത്രമുള്ളതാണ്. തോട്ടിപ്പണികളാണ് കീഴ്ജാതിയിൽപ്പെട്ടവരുടേത്. കുക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രിസൺ മാനുവൽ പറയുന്നത് any Brahmin or sufficiently high caste Hindu prisoner from his class if eligible for appointment as cook എന്നാണ്. മെഡിക്കൽ വർക്കേഴ്സിൻ്റെ മാനുവലിൽ പറയുന്നത് 2 or more ലോങ് ടേം prisoners of good caste should be trained and employed as hospital attendants എന്നാണ്. ബീഹാറിൻ്റെ ജയിൽ മാനുവലിലും എ ക്ലാസ് ബ്രാഹ്മണിനെ കുക്കായി നിയമിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. സ്വീപ്പേഴ്സിനെ മെഹ്താർ അല്ലെങ്കിൽ ഹരി ജാതിയിൽ നിന്നോ അതുമല്ലെങ്കിൽ ചണ്ടാള അതിലും താഴെയുള്ള ജാതിയിൽ നിന്നോ തെരഞ്ഞെടുക്കാനും നിർദ്ദേശിക്കുന്നുണ്ട്. രാജ്യത്തെ ഭൂരിഭാഗം ജയിലിലും ഇതാണ് അവസ്ഥ. ഇതേസമയം 2008 മേലേഗാവോൺ ബോംബ് സ്ഫോടന കേസിൽ ഉൾപ്പെട്ട BJPയുടെ പ്രഗ്യാ സിംഗ് താക്കൂർ ജയിലിൽ കിടന്നിരുന്നു. അന്നവർക്ക് VIP സെല്ലാണ് ജയിൽ അതോറിറ്റി നൽകിയിരുന്നത്. അന്ന് താക്കൂറിനെ പരിചരിക്കാൻ 3 വിചാരണ തടവുകാരെ സേവികമാരായി വിട്ടു നൽകുന്നുണ്ട്. ഭക്ഷണം വിളമ്പി നൽകാൻ താക്കൂർ വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരു വിചാരണ തടവുകാരി ഇതിനു പുറമെ പ്രഗ്യയ്ക്ക് ഉണ്ടായിരുന്നു. വിചാരണ കോടതി അന്ന് പ്രഗ്യാ താക്കൂറിന് ജയിലിലെ ഭക്ഷണം താല്പര്യമില്ലാത്തതുകൊണ്ട് ഹോം കുക്ക്ഡ് മീൽസ് കഴിക്കാനുള്ള അനുമതി നൽകുകയുണ്ടായി. അതായത് പ്രഗ്യയുടെ വീട്ടിൽ നിന്ന് സൂറത്തിലെ ബൈക്കുള്ള ജയിലിലേക്ക് അടുക്കുപാത്രങ്ങളുമായി എന്നും ഒരു വണ്ടി എത്തും പ്രഗ്യയ്ക്ക് ഭക്ഷണം നൽകാൻ. ജാട്ട് സമുദായത്തിൽപ്പെട്ട ഒരു തടവുകാരിയെ ഇവർക്ക് അംഗരക്ഷകയായി നിയമിക്കുകയുണ്ടായി. പക്ഷേ ദളിത് സ്ത്രീയെയാണ് പ്രഗ്യയുടെ ടോയ്ലറ്റ് കഴുകാൻ നിയോഗിച്ചത്. ഇതൊക്കെ ജയിലിനുള്ളിലാണ്. ഈ ഒറ്റ ഇൻസിഡൻറ്റിൽ എല്ലാം ഉണ്ട്. ഇനി ഇതിവിടെ വന്ന് പറഞ്ഞത് വേറൊന്നിനുമല്ല. ഇന്നലെ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ജയിലിനുള്ളിലെ ജാതി വേർതിരിവും ജാതീയതയും അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ നോഡൽ ഓഫീസറെ നിയമിക്കണമെന്നാണ് കോടതി ഉത്തരവിട്ടത്. 3 മാസത്തിനുള്ളിൽ പ്രിസൺ മാനുവലുകൾ, അതായത് ജയിൽ ചട്ടങ്ങൾ നവീകരിക്കാനും ജയിൽ ചട്ടങ്ങളിലുള്ള എല്ലാ ജാതിപരമായ പദപ്രയോഗങ്ങളും തിരുത്താനും കോടതി നിർദ്ദേശിച്ചു. ജയിലിലെ ജാതി വേർതിരിവിനെക്കുറിച്ച് ദി വയറിൽ ലേഖനം എഴുതിയ സുകന്യ ശാന്തയാണ് പൊതു താൽപര്യ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചതും ഇപ്പോൾ ഈ വിധി വന്നത്. നമുക്ക് നോക്കാം എന്താകുമെന്ന്.